കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ കാളരാത്രിയായിരുന്നു. കയ്യോടെ പൊക്കിയ കൈക്കൂലി പണവുമായി മിക്ക ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ വിജിലൻസിന് മുന്നിൽ നിന്ന് വിയർത്തു. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. RT ഓഫീസുകളിൽ അന്നന്നത്തെ കൈക്കൂലിപ്പണം കൈമാറുന്ന അതേ സമയം അപ്രതീക്ഷിതമായിരുന്നു ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. കൈക്കൂലി ഇടപാട് നടത്തിയ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ കുരുക്കിൽപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലെ 21 ഉദ്യോഗസ്ഥർ ഏജന്റുമാരുമായി ഗൂഗിൾ പേ വഴി നടത്തിയ 7,84,598 രൂപയുടെ ഇടപാട് കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ ഫോണുകളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി ശേഖരിച്ചു. ഈ സ്ക്രീൻഷോട്ടുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കൊടുവള്ളി ഓഫീസിൽ 2 ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് ഗൂഗിൾ പേ വഴി വാങ്ങിയത് 2,15,295 രൂപ. വെള്ളരിക്കുണ്ടിൽ GPay വഴി 2 ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് 2,66,300 രൂപ. വർക്കലയിൽ കൈമാറിയത് 82,203 രൂപ. തിരുവനന്തപുരം RT ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ 16,400 രൂപയും ഗൂഗിൾ പേ വഴി വാങ്ങിയതായി കണ്ടെത്തി. ഇതിനു പുറമെ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പണവുമായി എത്തിയ ഏജന്റുമാരും പിടിക്കപ്പെട്ടു. തിരുവല്ലയിൽ 4,000 രൂപയുമായി ഏജന്റ് പിടിയിലായി. ചേർത്തലയിൽ ഏജന്റിൽ നിന്ന് 10,000 രൂപ പിടിച്ചെടുത്തു. ഉടുമ്പൻചോലയിൽ 66,630 രൂപയും വണ്ടിപ്പെരിയാറിൽ 16,000 രൂപയും ഏജന്റുമാരിൽ നിന്ന് പിടിച്ചു. നിലമ്പൂരിൽ വിജിലൻസിനെ കണ്ട ഉദ്യോഗസ്ഥർ 49,300 രൂപ ഓഫീസിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വടകരയിലും കൽപ്പറ്റയിലും ഏജന്റുമാർ കൈക്കൂലി പണവുമായി കുരുക്കിലായി. 11 ഏജന്റുമാരിൽ നിന്നായി മൊത്തം 1,40,760 രൂപയാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. നേരിട്ടും GPay വഴിയുമായി നടന്ന 10 ലക്ഷത്തോളം രൂപയുടെ കൈക്കൂലി ഇടപാടാണ് വിജിലൻസ് കണ്ടെത്തിയത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും ഏജന്റുമാരുമായി ചേർന്ന് വൻ ക്രമക്കേട് കാട്ടുന്നുവെന്ന പരാതിയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെ വിജിലൻസ് പരിശോധന നടത്തിയത്. RT ഓഫീസ്, സബ് RT ഓഫീസ് ഉൾപ്പെടെ 81 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.